വിശദമായി നോക്കാം. റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ആവശ്യമില്ലെന്നും വില സംബന്ധിച്ച വിഷയങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കോടതി കടക്കുന്നില്ലെന്നും മൂന്നംഗ ബെഞ്ചിന്റെ വിധി പ്രസ്താവം. അതേസമയം വിധി ദൌർഭാഗ്യകരമാണെന്നും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ. അതേസമയം റഫേൽ ഇടപാടിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 126 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി UPA സർക്കാർ ഉണ്ടാക്കിയ കരാർ മോദി സർക്കാർ 36 എണ്ണമാക്കി കുറച്ചതിന്റെ യുക്തി എന്താണെന്ന് കോടതിക്കറിയില്ല. അതുകൊണ്ട് 126 യുദ്ധവിമാനങ്ങൾ വാങ്ങണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കാൻ സുപ്രീം കോടതിക്കാകില്ല. ഇങ്ങനെയായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിധിന്യായം. ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ ആവശ്യമാണെന്ന് മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥർ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച സാധ്യമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വില സംബന്ധിച്ച വിഷയങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കോടതി കടക്കുന്നില്ലെന്നും റാഫേൽ വിമാനങ്ങളുടെ ഗുണനിലവാരത്തിൽ കോടതിക്ക് സംശയമില്ലെന്നും കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. വിമാനങ്ങളുടെ വിലയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കേണ്ടത് കോടതികളുടെ ജോലിയല്ലെന്ന് നിരീക്ഷിച്ച കോടതി എല്ലാ ഹർജികളും തള്ളി. അഭിഭാഷകരായ മനോഹർലാൽ ശർമ്മ, പ്രശാന്ത് ഭൂഷൺ, വിനീത് ദണ്ഡെ എന്നിവർക്കൊപ്പം ആം ആദ്മി MP സഞ്ജയ് സിംഗ്, മുൻ BJP മന്ത്രി യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി എന്നിവർ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. മുൻ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ അഭിമുഖത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ ഒരാശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജികൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഒരു വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപാടിനെ കുറിച്ച് ഒരു ജുഡീഷ്യൽ പരിശോധന സാധ്യമല്ലെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. അതേസമയം റാഫേൽ കേസിലെ സുപ്രീം കോടതി വിധി തെറ്റാണെന്നും നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കി. അഴിമതിയെക്കുറിച്ചുള്ള പ്രചാരണം നിർത്തില്ലെന്നും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രശാന്ത് ഭൂഷൺ കൂട്ടിച്ചേർത്തു. That we will see whether we will file a review petition or not, but certainly the campaign will not be dropped. We believe that this judgment is totally wrong. ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, ജസ്റ്റിസ് KM ജോസഫ് എന്നിവർ ഒറ്റ വിധി പ്രസ്താവമാണ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭരണപ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. റഫേലിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന ആവശ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതി അന്വേഷണം ആവശ്യം തള്ളിയ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് TDP MPമാർ ഇന്നും രാജ്യസഭയുടെ നടുത്തളത്തിലിറങ്ങി. ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇരുസഭകളും പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി 2000 കോടി രൂപയിലേറെ ചെലവഴിച്ചതായി കേന്ദ്ര സർക്കാർ. 2014 ജൂൺ 15 മുതൽ 2018 ഡിസംബർ 3 വരെയുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. 84 രാജ്യങ്ങളിൽ മോദി സന്ദർശനം നടത്തിയതായും ബിനോയ് വിശ്വം MPയുടെ ചോദ്യത്തിന് കേന്ദ്ര വിദേശകാര്യമന്ത്രി VK സിംഗ് മറുപടി നൽകി. അതേസമയം വിദേശയാത്രയ്ക്കായി മോദിയെ അനുഗമിച്ച മന്ത്രിമാരുടെ വിവരങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. 4 വർഷത്തെ മോദിയുടെ വിദേശയാത്രാ പ്രിയത്തിന്റെ പേരിൽ 2000 കോടിയിലേറെ രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവായത്. 2021 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മോദിയുടെ യാത്രയ്ക്കായി ചിലവഴിച്ചത്. 2014 ജൂൺ 15 മുതൽ 2018 ഡിസംബർ 3 വരെയുള്ള യാത്രാ കണക്കുകളാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. രാജ്യസഭാംഗം ബിനോയ് വിശ്വത്തിന്റെ ചോദ്യത്തിന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി VK സിംഗിന്റേതായിരുന്നു മറുപടി. എയർ ഇന്ത്യ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് 1581.18 കോടി രൂപ, ചാർട്ടേഡ് വിമാനങ്ങൾക്കായി 429 കോടി രൂപ, ഹോട്ട്ലൈൻ സംവിധാനം ഉറപ്പാക്കുന്നതിനായി 9.12 കോടി രൂപ എന്നിങ്ങനെയാണ് ചെലവുകൾ. 84 രാജ്യങ്ങളാണ് മോദി പ്രധാനമന്ത്രിയായ ശേഷം സന്ദർശനം നടത്തിയതെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യം നോട്ട് നിരോധന പ്രതിസന്ധിയിലായിരിക്കെ ജപ്പാനിലേക്ക് വിമാനം കയറിയ മോദിയുടെ സമീപനം രൂക്ഷ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. റുവാണ്ടയ്ക്കായി 200 പശുക്കളെ സമ്മാനിച്ച മോദിയുടെ നടപടിയും പരിഹാസത്തിനും വിമർശനത്തിനും കാരണമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 100 രാജ്യങ്ങൾ സന്ദർശിച്ച് റെക്കോർഡുണ്ടാക്കാൻ മോദി പരിശ്രമിച്ചേക്കുമോ എന്ന പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, ഡൽഹി. ഹർത്താൽ പ്രഖ്യാപിച്ചതിലൂടെ BJP സ്വയം അപഹാസ്യരായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തിനാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്ന് BJP വ്യക്തമാക്കണം. വേണുഗോപാലൻ നായരുടെ മരണമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJP ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി ആത്മഹത്യയ്ക്ക് ബന്ധമില്ല. നാടിന്റെ പുരോഗതിയെക്കുറിച്ച് BJP കേന്ദ്ര നേതൃത്വത്തിന് ധാരണയുണ്ടെങ്കിൽ ഹർത്താലിനെതിരെ ഇടപെടണമെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. എന്തിന് ഹർത്താൽ ആചരിക്കുന്നു എന്നത് BJP തന്നെ വ്യക്തമാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടത് നിർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേ അദ്ദേഹം തന്നെ നൽകിയ മൊഴി മജിസ്ട്രേറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഡോക്ടറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നിലും BJP പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും
ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അവർക്ക് വല്ല ധാരണയും നാടിൻ്റെ പുരോഗതിയുടെ കാര്യത്തിലുണ്ടെങ്കിൽ, ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, അതുകൊണ്ട് പറയുകയാണ് അവരും ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. ബി.ജെ.പിയുടെ ഹർത്താൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഏതു വിധേനയും ബലിദാനിയെ സൃഷ്ടിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻ നായരുടെ സഹോദരനെ ബി.ജെ.പി സ്വാധീനിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. വേണുഗോപാലൻ നായർക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലെന്നും കടകംപള്ളി. യഥാർത്ഥത്തിൽ ഭ്രാന്തമായിട്ടുള്ള നിലപാടില്ലേ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് ഇവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ ഈ അനാവശ്യ സമരത്തിനെതിരായിട്ടുള്ള ജനകീയമായിട്ടുള്ള മുന്നേറ്റമാണ് ഇന്ന് ആവശ്യം വേണ്ടി വന്നിരിക്കുന്നത്. ബലിദാനികളെ എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചെടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ സന്നിധാനത്തും നിലയ്ക്കലുമെല്ലാം അവർ നടത്തിയത്. അവർക്കൊരു ബലിദാനി വേണം, പോലീസാണെങ്കിൽ അതിനോട് തയ്യാറുമല്ല. പിന്നെ കിട്ടുന്നയാളെ ബലിദാനിയാക്കുക. ബി.ജെ.പിയുടെ സംസ്ഥാന വ്യാപക ഹർത്താലിൽ വ്യാപകാക്രമം. ഇന്നലെ പുലർച്ചെ ബി.ജെ.പി സമരപന്തലിന് സമീപം ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ബി.ജെ.പി ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതേസമയം ബി.ജെ.പിയുടെ അനാവശ്യ ഹർത്താലിനെതിരെ പ്രതിഷേധം ശക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും കെ.ജി. ദിനകർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിനകർ, തിരുവനന്തപുരം മേഖലയിൽ എങ്ങനെയാണ് ഹർത്താൽ? ജനങ്ങൾ ഈ ഹർത്താലിനെ തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനു, അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ ഹർത്താലായിരുന്നുവെങ്കിലും ജനങ്ങൾ ഹർത്താലിനെ തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം പല മേഖലകളിലും KSRTC ബസ്സുകളും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. അതേസമയം സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും സാധാരണ നിലയിൽ തന്നെ ഇന്ന് നഗരത്തിൽ ഓടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം സർക്കാർ സ്ഥാപനങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുമുണ്ട്. അതേസമയം ദൂരപ്രദേശങ്ങളിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്കും മറ്റും എത്തിയിട്ടുള്ള നിരവധി പേർ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഒപ്പം രോഗികൾ മെഡിക്കൽ കോളേജിലേക്കും RPCയിലേക്കും മറ്റും എത്തിയ നിരവധി രോഗികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ കടകളൊക്കെ ബലമായി അടപ്പിക്കുന്ന ഒരു സമീപനവും BJP പ്രവർത്തകർ സ്വീകരിച്ചു. അത്തരത്തിൽ ബലമായി മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് നേരത്തെ അവർ അറിയിച്ചിരുന്നുവെങ്കിലും ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കടകൾ ബലമായി അടപ്പിച്ചത് രോഗികൾക്കും ഒപ്പം കൂട്ടിരിപ്പുകാർക്കും ഉൾപ്പെടെ അവർ വലയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കേവലം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയെ ബലിദാനിയാക്കിക്കൊണ്ട് ഉള്ള ഒരു സമീപനം BJP സ്വീകരിക്കുകയും അതിന്റെ പേരിൽ ഹർത്താൽ നടത്തുകയും ചെയ്തത് എന്ന വസ്തുത എന്തായാലും പുറത്തു വന്നിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ അഞ്ചാമത്തെ ഹർത്താലാണ് BJP ഇത് നടത്തുന്നത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണുഗോപാലൻ നായർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അദ്ദേഹത്തെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം അയ്യപ്പൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ചു, ആത്മഹത്യ ചെയ്തു, അത് തങ്ങളുടെ നിലപാടിനോട് അടുത്തു നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ആണ് ഇവർ ഹർത്താൽ ആഹ്വാനം നൽകിയത്. എന്നാൽ വേണുഗോപാലൻ നായരുടെ മരണമൊഴി ഇന്നലെ പുറത്തു വന്നിരുന്നു. ജീവിതം ജീവിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തോടും ലോകത്തോടും വെറുപ്പാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന മരണമൊഴിയാണ് അദ്ദേഹം മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയത്. എന്നിരിക്കെയാണ് ഇദ്ദേഹം മരിച്ചത് അല്ലെങ്കിൽ ശബരിമലയിൽ സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് എന്ന് വരുത്തി തീർത്ത് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം BJP നടത്തുകയും അതിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPയുടെ 5ാമത്തെ ഹർത്താലാണ് ഇത് എന്ന വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സംസ്ഥാനത്തിന് വലിയ നഷ്ടം സംഭവിക്കുന്ന, അല്ലെങ്കിൽ വ്യാവസായിക ലോകത്തിനുൾപ്പെടെ വലിയ നഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നു. ശരി, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. BJP ഹർത്താലിനെ തള്ളി ഒടിയൻ സിനിമയ്ക്ക് മോഹൻലാൽ ഫാൻസിന്റെ വരവേൽപ്പ്. ഹർത്താൽ ദിനത്തിൽ ആദ്യ ഷോയ്ക്ക് മുമ്പ് തന്നെ ആരാധകർ ആഘോഷങ്ങളുമായി രംഗത്തെത്തി. ഹർത്താലിനെതിരെ വലിയ പ്രതിഷേധമാണ് ആരാധകർ ഉയർത്തിയത്. ഇതിനിടെ തൃശൂരിൽ മോഹൻലാൽ ഫാൻസും ഹർത്താൽ അനുകൂലികളും തമ്മിൽ തിയേറ്ററിൽ കയ്യാങ്കളിയുണ്ടായി. കൊടുങ്ങല്ലൂരിൽ BJP പ്രവർത്തകർ ഒടിയൻ സിനിമ പകുതിക്ക് നിർത്തിച്ച് തിയേറ്റർ പൂട്ടിച്ചു. സിനിമാ പ്രേമികൾ ഏറെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഒടിയൻ.
എന്നാൽ ആരാധക മനസ്സുകളിൽ ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് ബിജെപിയുടെ അനാവശ്യ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ബിജെപി ഹർത്താലിൽ ജനം വലഞ്ഞെങ്കിലും ഒടിയൻ എന്ന മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി തന്നെ പ്രദർശനം തുടരുകയാണ്. ഹർത്താൽ നമുക്ക് വെറും പുല്ലാണ്. കാരണം ജനങ്ങളെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ഹർത്താലും ഇവിടെ വേണ്ട, ഇന്ത്യയിൽ വേണ്ട. ജനങ്ങൾക്ക് ദ്രോഹം മാത്രമുള്ള ഹർത്താൽ, അല്ലാണ്ട് ഒരു പോക്കൂടെ ഇവന്മാർ എന്ത് കാണിച്ചുള്ള ഹർത്താൽ നടത്തുന്നത്? ഇവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അല്ലാണ്ട് ഒരാൾ എവിടെയോ ആത്മഹത്യ ചെയ്യുന്ന വേണ്ടി ജനങ്ങളെ ചോദിക്കരുത്. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന ഏരീസ് പ്ലസിലായിരുന്നു. അപ്പോൾ അവിടെ ഇല്ല, അവിടെ ഹർത്താലാണ്, അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞവർ ഇത് വളരെ മോശമായിരുന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത് ബുക്ക് ചെയ്താൽ ഇവിടെ വന്നത്. എന്നാൽ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഒടിയന്റെ റിലീസിനിടയിലും ചില സംഘർഷങ്ങൾക്ക് ബിജെപി ഹർത്താൽ വഴിയൊരുക്കി. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ബിജെപി പ്രവർത്തകർ ഒടിയൻ സിനിമ പകുതിക്ക് നിർത്തിച്ചു. തുടർന്ന് ബിജെപി പ്രവർത്തകർക്കെതിരെ മോഹൻലാൽ ഫാൻസ് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തും കൊച്ചിയിലും മലബാറിലുമടക്കം തിയേറ്ററുകളെ പൂരമാക്കി മാറ്റുകയാണ് ഒടിയന്റെ ആരാധകർ. ബിജെപി ഹർത്താൽ ബാധകമാകാതെ നിറഞ്ഞ സദസ്സുമായി മുന്നേറുകയാണ് ഒടിയനും ആരാധകരും. ന്യൂസ് ഡെസ്ക്. ബിജെപി ഇന്ന് നടത്തുന്ന ഹർത്താലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഈ ആഴ്ച ബിജെപി നടത്തുന്ന രണ്ടാമത്തെ ഹർത്താലാണിത്. അതേസമയം മോഹൻലാൽ ചിത്രം ഒടിയന്റെ റിലീസ് ദിനത്തിൽ ബിജെപി ഹർത്താൽ പ്രഖ്യാപിച്ചത് മോഹൻലാൽ ആരാധകരെ ചൊടിപ്പിച്ചു. ബിജെപിയുടെ സമരപ്പന്തലിന് മുന്നിലുണ്ടായ ആത്മഹത്യയെ തുടർന്ന് ബിജെപി പ്രഖ്യാപിച്ച ഹർത്താലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു മാസത്തിനിടെ ബിജെപി സംസ്ഥാനത്ത് നടത്തുന്ന 6ാമത്തെ ഹർത്താലാണിത്. ശബരിമല തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബിജെപി നടത്തുന്ന പ്രഹസനങ്ങൾ ഭക്തരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ അയ്യപ്പവേട്ടയിൽ മനംനൊന്ത് ജീവനൊടുക്കിയ വേണുഗോപാലൻ നായരുടെ ആദരസൂചകമായാണ് ഇന്നത്തെ ഹർത്താലെന്നാണ് ബിജെപി ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ മജിസ്ട്രേറ്റിനും ഡോക്ടർക്കും വേണുഗോപാലൻ നായർ നൽകിയ മരണമൊഴിയിൽ ശബരിമലയെക്കുറിച്ചോ ബിജെപിയെക്കുറിച്ചോ പരാമർശമില്ല. ജീവിത നൈരാശ്യം മൂലവും തുടർന്ന് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടുമാണ് കൃത്യം ചെയ്തതെന്നും മരണവെപ്രാളത്തിൽ സമരപ്പന്തലിന് സമീപത്തേക്ക് ഓടിയതാണെന്നും ഇയാൾ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിലടക്കം വൻ രോഷമാണ് സമരത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. ബിജെപി ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും കൂട്ടം ചേർന്നുള്ള പൊങ്കാലയാണ് നടക്കുന്നത്. പിന്നാലെയാണ് ഒടിയൻ റിലീസ് ദിനത്തിലെ ഹർത്താൽ പ്രഖ്യാപനം മോഹൻലാൽ ആരാധകരെയും ചൊടിപ്പിച്ചത്. സാധാരണ തെറിവിളികളെ പ്രതിരോധിക്കാനുണ്ടാവാറുള്ള സംഘി പ്രൊഫൈലുകൾ ഉൾപ്പെടെ മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ചിത്രം ഒടിയന്റെ റിലീസ് ദിനത്തിൽ ബിജെപി പ്രഖ്യാപിച്ച ഹർത്താലിൽ പ്രതിരോധമുയർത്തിയില്ല എന്നതും ശ്രദ്ധേയം. ഹർത്താലിനെ വകവയ്ക്കാതെയുള്ള ആരാധക പ്രവാഹമാണ് തിയേറ്ററുകൾക്ക് മുന്നിൽ. പുലർച്ചെ മുതൽ തന്നെ തിയേറ്ററുകളിലേക്ക് വൻ ജനപ്രവാഹമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. എംപാനൽഡ് കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടേ തീരുവെന്ന് ഹൈക്കോടതി. താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിടാനുള്ള മുന്നുത്തരവ് നടപ്പാക്കുന്നതിന് സാവകാശം തേടി കെഎസ്ആർടിസി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഈ മാസം 17-ന് ഉത്തരവ് നടപ്പാക്കി അറിയിക്കാൻ കെഎസ്ആർടിസി എംഡിക്ക് കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെ കെഎസ്ആർടിസി പ്രതിസന്ധിയിലായി. 4071 എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ട് PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഉത്തരവ് നടപ്പാക്കാൻ 2 മാസത്തെ സാവകാശം തേടി കെഎസ്ആർടിസി സമർപ്പിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. സാവകാശം അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി തിങ്കളാഴ്ചയ്ക്കകം ഉത്തരവ് നടപ്പാക്കി കോടതിയെ അറിയിക്കാനും നിർദ്ദേശിച്ചു. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയ കെഎസ്ആർടിസി CMD ടോമിൻ തച്ചങ്കരിക്കെതിരെ കോടതി കടുത്ത വിമർശനവും നടത്തി. ഉത്തരവിനെതിരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അനുചിതമെന്ന് വിമർശിച്ച കോടതി എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതിക്ക് അറിയാമെന്ന് മുന്നറിയിപ്പ് നൽകി. തുടർന്നാണ് ഇനി സാവകാശം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയത്. ഹൈക്കോടതി നിലപാട് ഘടിപ്പിച്ചതോടെ കെഎസ്ആർടിസി പ്രതിസന്ധിയിലായി. 4071 കണ്ടക്ടർമാരെ 2 ദിവസത്തിനകം പിരിച്ചുവിട്ട് പകരം PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുക അപ്രായോഗികമെന്നാണ് കെഎസ്ആർടിസിയുടെ നിലപാട്. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കെഎസ്ആർടിസി സർവീസുകൾ താളം തെറ്റുമെന്നുറപ്പായി. മലബാറിൽ ഹർത്താൽ ഭാഗികമാണ്. ഓട്ടോ ടാക്സി സർവീസുകൾ നടത്തുന്നുണ്ട്. കെഎസ്ആർടിസി പോലീസ് സുരക്ഷയിൽ സർവീസ് ആരംഭിച്ചു. പാലക്കാട് 3 കെഎസ്ആർടിസി ബസ്സുകൾ ബിജെപിക്കാർ എറിഞ്ഞു തകർത്തിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ബിജെപി പ്രവർത്തകർ ഒടിയൻ സിനിമ പകുതിക്ക് നിർത്തിച്ചു. തിയേറ്റർ പൂട്ടിച്ചു. മോഹൻലാൽ ഫാൻസും ഹർത്താൽ അനുകൂലികളും തമ്മിൽ തിയേറ്ററിൽ കയ്യാങ്കളി നടന്നു. ഹർത്താൽ വകവയ്ക്കാതെ മോഹൻലാൽ ഫാൻസ് തിയേറ്ററിലെത്തിയതിനെ തുടർന്നാണ് ബിജെപി പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. സിനിമാ പ്രേമികൾ ഏറെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഒടിയൻ. എന്നാൽ ആരാധക മനസ്സുകളിൽ ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് ബിജെപിയുടെ അനാവശ്യ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ബിജെപി ഹർത്താലിൽ ജനം വലഞ്ഞെങ്കിലും ഒടിയൻ എന്ന മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി തന്നെ പ്രദർശനം തുടരുകയാണ്.
ഹർത്താൽ നമുക്ക് വെറും പുല്ലാണ്. കാരണം ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു ഹർത്താലും ഇവിടെ ഇന്ത്യയിൽ വേണ്ട. ജനങ്ങൾക്ക് ദ്രോഹം മാത്രമുള്ള ഹർത്താല്, അല്ലാണ്ട് ഒരു കോപ്പൂടെ ഇവന്മാർ എന്ത് കാണിച്ചിട്ട് ഹർത്താൽ നടത്തുന്നത്? ഇവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അല്ലാണ്ട് ഒരാൾ എവിടെയോ പോയി ആത്മഹത്യ ചെയ്യുന്ന വേണ്ടി ജനങ്ങളെ ദ്രോഹിക്കരുത്. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന ഏരീസ് പ്ലസിലായിരുന്നു. അപ്പോൾ അവിടെ ഇല്ല, അവിടെ ഹർത്താലാണ്, അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞവർ ഇത് വളരെ മോശമായിരുന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത് ബുക്ക് ചെയ്താൽ ഇവിടെ വന്നത്. എന്നാൽ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഒടിയന്റെ റിലീസിനിടയിലും ചില സംഘർഷങ്ങൾക്ക് BJP ഹർത്താൽ വഴിയൊരുക്കി. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ BJP പ്രവർത്തകർ ഒടിയൻ സിനിമ പകുതിക്ക് നിർത്തിച്ചു. തുടർന്ന് BJP പ്രവർത്തകർക്കെതിരെ മോഹൻലാൽ ഫാൻസ് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തും കൊച്ചിയിലും മലബാറിലുമടക്കം തിയേറ്ററുകളെ പൂരമാക്കി മാറ്റുകയാണ് ഒടിയന്റെ ആരാധകർ. BJP ഹർത്താൽ ബാധകമാകാതെ നിറഞ്ഞ സദസ്സുമായി മുന്നേറുകയാണ് ഒടിയനും ആരാധകരും. ന്യൂസ് ഡെസ്ക്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മിസോറാം, തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം PB വിലയിരുത്തും. CPIM നേതൃത്വത്തിൽ രാജ്യത്താകമാനമുണ്ടായ കർഷക പ്രക്ഷോഭങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. രാജസ്ഥാനിൽ കർഷക വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമായി. നരേന്ദ്രമോദിയുടെ പൊള്ളയായ കർഷക നയങ്ങളും ജനവിരുദ്ധ നീക്കങ്ങളും തുറന്നു കാണിക്കാൻ പുതിയ പ്രക്ഷോഭ പരിപാടികൾ കേന്ദ്ര കമ്മിറ്റി യോഗം ആസൂത്രണം ചെയ്യും. പ്രളയ ദുരിതാശ്വാസത്തിനായി സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായമായി 2304.85 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ ആഴ്ച ചേർന്ന കേന്ദ്ര ഉന്നതതല യോഗമാണ് 3048.39 കോടി രൂപ കേരളത്തിന് അനുവദിക്കാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ കേന്ദ്രം നൽകിയ 600 കോടിയും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലുണ്ടായിരുന്ന 143.54 കോടി രൂപയും കുറച്ചുള്ള തുകയാണ് ഇപ്പോൾ അനുവദിച്ചത്. നിരന്തരമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് സഹായം ലഭ്യമായത്. KM ഷാജി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. കോൺഗ്രസ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റ് മനോരമയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വർഗീയ ഭിന്നിപ്പുണ്ടാക്കുന്ന ലഘുലേഖകൾ പിടിച്ചെടുത്തത്. മറിച്ചാണെങ്കിൽ മനോരമ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരായി ഇക്കാര്യം നിഷേധിച്ചില്ലെന്നും P. ജയരാജൻ ചോദിച്ചു. കോടതിയിലാണ് വാദങ്ങൾ സമർപ്പിക്കേണ്ടത്, അല്ലാതെ പൊതുയോഗത്തിലല്ല. KM ഷാജി സാക്ഷികളെ ഭയപ്പെടുത്തുന്നതിനെ സർവരും അപലപിക്കണമെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. KM ഷാജി നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കേസിൽ 100ഓളം സാക്ഷികളെ കോടതി വിസ്തരിച്ചു. അപ്പോൾ അതിൻ്റെ പേരിലാണ് പൊതുവേദിയിൽ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നതും തെറിവിളിക്കുന്നതും. ഇപ്പോൾ ഈ KM ഷാജി പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മനോരമയുടെ വീട്ടിൽ നിന്ന് മേൽപ്പറഞ്ഞ നോട്ടീസുകൾ പിടിച്ചെടുത്തിട്ടില്ല എന്നാണ്. ഇവിടെ മനോരമയുടെ വീട്ടിൽ നിന്ന് ഈ നോട്ടീസുകൾ പിടിച്ചെടുത്തതായിട്ടൊരു കേസുണ്ട്. കേസ് ഇപ്പോൾ ഉണ്ടാക്കിയതല്ല, അന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഷാജി പറയുന്നത് പോലെ കോടതി വിധിയിൽ പരാമർശിക്കുന്ന നോട്ടീസുകൾ മനോരമയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ അത് മനോരമ കോൺഗ്രസിൻ്റെ നേതാവാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. കോടതിയിൽ നിന്ന് സമൻസ് ലഭിച്ചിട്ടും ഷാജി പറയുന്നത് പോലെ മൊഴി നൽകാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് മനോരമ കോടതിയിൽ ഹാജരായില്ല എന്ന ചോദ്യത്തിന് ഷാജി മറുപടി പറയണം, ലീഗിൻ്റെ നേതാക്കന്മാർ മറുപടി പറയണം, കോൺഗ്രസ് നേതാക്കന്മാർ മറുപടി പറയണം. കാരണം അപ്പോൾ അവർ കോടതിയിലേ പോയില്ല. എന്താ കാരണം? അവരുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ പിടിച്ചെടുത്തു എന്നത് അവർക്ക് സമ്മതിക്കേണ്ടി വരും. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരടുവലികൾ നടത്തുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇരു നേതാക്കളും. ഛത്തീസ്ഗഡിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാണ്. സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, അശോക് ഗെഹ്ലോട്ടിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ആദ്യം ഒരു ധാരണയായതായിരുന്നു. എന്നാൽ സച്ചിൻ പൈലറ്റ് വീണ്ടും എതിർപ്പ് ഘടിപ്പിച്ചതോടെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി കസേരയിൽ രൂക്ഷമായ തർക്കത്തിലേക്ക് കടക്കുകയാണോ? എന്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലുള്ള നിലപാട്? ഛത്തീസ്ഗഡിലും സമാനമായ അവസ്ഥ തന്നെയാണോ? മനു, ഇപ്പോൾ ഛത്തീസ്ഗഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താനാകാത്ത വിധത്തിൽ കാര്യങ്ങൾ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. സച്ചിൻ പൈലറ്റ് രാവിലെയോടുകൂടി രാഹുൽ ഗാന്ധിയെ വന്ന് കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താൻ പിന്നോട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. ചില ആരോപണങ്ങളും സച്ചിൻ പൈലറ്റ് ഇപ്പോൾ ഗെഹ്ലോട്ടിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു എന്നാണ് രാഹുലിന്റെ വസതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം.
2012 പാർട്ടി രാജസ്ഥാനിൽ വൻ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ തന്നെ ഗെഹ്ലോട്ട് രാജസ്ഥാൻ വിട്ട് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ വന്ന അദ്ദേഹമാകട്ടെ തന്നെ വെറുമൊരു ഗുജ്ജാർ വിഭാഗം നേതാവ് മാത്രമായി ചുരുക്കി കാണാനാണ് ഉടനീളം ശ്രമിച്ചത്. എന്നാൽ തനിക്ക് സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തു നിന്നുള്ള പിന്തുണ ലഭിച്ചു. കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷത്തായിരുന്നിട്ട് പോലും പാർട്ടിയെ താൻ അവിടെ നിന്ന് നയിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ സച്ചിൻ പൈലറ്റ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയാണ് ആരോപണമെങ്കിൽ പോലും ഹൈക്കമാൻഡ് ഇപ്പോൾ അത് ഗെഹ്ലോട്ടിന് തന്നെയാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ രാജസ്ഥാനിൽ നിന്നുള്ള ഗെഹ്ലോട്ട് വിഭാഗം നേതാക്കൾ പറയുന്നത് ഡിസംബർ 17-ാം തീയതി, അതായത് അടുത്ത തിങ്കളാഴ്ച അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ്. ഇത് ഗെഹ്ലോട്ട് വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സച്ചിൻ വിഭാഗം നേതാക്കളായിട്ട് ഡൽഹിയിലും രാജസ്ഥാനിലും വിവിധ ഭാഗങ്ങളും വലിയ പ്രതിഷേധ പരിപാടികൾ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. ചർച്ചകൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടില്ല. ഈ ഹൈക്കമാൻഡിൽ ഒരു തീരുമാനമായാൽ രാജസ്ഥാനിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക, ഇതാണ് രീതി. പക്ഷെ അങ്ങനെ വിളിക്കാനുള്ള രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നില്ല. ഈ വിമത MLA-മാരുടെ പിന്തുണ ഇപ്പോൾ ഗെഹ്ലോട്ട് ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഘടകകക്ഷികളും ഗെഹ്ലോട്ടിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ സച്ചിൻ പൈലറ്റിന്റെ പ്രതിഷേധം മറികടന്ന് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയായി രാഹുൽ ഗാന്ധിക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. സൈബർ സുരക്ഷാ ആസൂത്രണ രംഗത്തെ സ്റ്റാർട്ടപ്പായ ക്ലൗഡ് സെക് 14 കോടി രൂപയുടെ മൂലധന നിക്ഷേപം സ്വരൂപിച്ചതായി ഈസ്റ്റേൺ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ നിക്ഷേപ വിഭാഗമായ ME മീരാൻ ഫൗണ്ടേഷന്റെ പിന്തുണയോടെ 2015 ആരംഭിച്ച സ്റ്റാർട്ടപ്പിന്റെ സാരഥി മാവേലിക്കര സ്വദേശി രാഹുൽ ശശിയാണ്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രവർത്തനം വിപുലപ്പെടുത്താൻ നിക്ഷേപം പ്രയോജനപ്പെടുത്തുമെന്ന് രാഹുൽ പറഞ്ഞു. ഈസ്റ്റേൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ, മോഹൻലാൽ മേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.